ഒരു പ്രശസ്തനായ ഒരു കലാകാരനെ കാണുന്നത്. കലാകാരനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും. ഞാൻ കാണിച്ചു തരാം ആളിനെ. ആ മുഖം ഇങ്ങോട്ട് കാണിച്ച സുഹൃത്തെ, ഇതാണ് കലാകാരൻ. നമസ്തേ. ഇത് പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് സുമേഷ് തുറവൂര്. ഫ്ലവേഴ്സ്, മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ് ഇതുപോലുള്ള ചാനലുകളിൽ പരിപാടി അവതരിപ്പിച്ച് പ്രശസ്തനായ കലാകാരനാണ്. ഞങ്ങൾ ബാക്കി കൂട്ടുകാരൊക്കെ എനിക്ക് ഇറങ്ങണം. ഞങ്ങൾ പണിയും കഴിഞ്ഞ് ഉച്ച വിശ്രമത്തിലാണ്. അപ്പൊ ആ കൂട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു സിനിമ താരത്തിന്റെ സൗണ്ട് അദ്ദേഹം അനുകരിക്കാൻ പോകണം. കാണിച്ചു തരാം. ഓക്കെ, നമസ്കാരം. ഞാൻ വളരെ കുറവായിരുന്നു, പണി കുറവായിരുന്നു. പക്ഷെ എന്തായാലും ദൈവം സഹായിച്ചിട്ട് നല്ലൊരു ടീമിൻ്റെ കൂടുതൽ വന്ന് പെട്ടു. പിന്നെ ബിജുഭായി, പ്രദീപായി, പിന്നെ നമ്മുടെ ചേട്ടൻ, ഇവരെ ഞങ്ങളിപ്പോൾ ഒരു കുടുംബം പോലെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ പണിയാണ്. അപ്പോൾ ഏതായാലും ബിജുഭായി പറഞ്ഞ പോലെ 2 നടന്മാരുടെ ശബ്ദം ഞാൻ ചെയ്യും. ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ലാൽ ജോസിൻ്റെ വോയിസാണ്. വളരെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രത്യേകിച്ച് ഈ പെയിന്റിങ് മേഖല നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ പിന്നെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും, എല്ലാ തൊഴിലാളികൾക്കും ഒരുപാട് പിന്നെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. നമ്മളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. കേരളത്തിലെ എല്ലാവരും തന്നെ. ഇപ്പം കേരളത്തിൽ നമുക്ക് പണിയില്ല, ഭായിമാർക്കാണ് പണി. അത് വലിയൊരു പണിയായിരിക്കുകയാണ്. ഏതായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനായകൻ്റെ കളങ്കാവൻ സിനിമ നായകനായിട്ടുള്ള സിനിമ മമ്മൂട്ടി കമ്പനി ചെയ്യുന്നു. വലിയ ഭാഗ്യം തന്നെയാണ്. കാരണം വിനായകനെ പോലത്തെ ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു മുഖം കൊണ്ട് രക്ഷപ്പെട്ടൊരു കലാകാരനാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അവാർഡുകൾ കിട്ടിയതും ഇൻ്റർവ്യൂസ് കിട്ടിയതും എന്ന് ജനം അറിഞ്ഞതും വിനായകനിലൂടെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വിനായകന് നന്ദി പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ ഒരു ലൈവ്. കളങ്കാവൻ എന്ന് പറഞ്ഞ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടിയുടെയൊക്കെ കൂടുതൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. എൻ്റെ കയ്യിലിങ്ങനെ രോമം ധരിച്ചു വരികയാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. എല്ലാവരും പറയും ഭയങ്കര ധിക്കാരിയാണ്, രാഷ്ട്രീയക്കാരനാണെന്നൊന്നുമില്ല. കൊച്ചു കുട്ടിയുടെ ഒരു മനസ്സാണ്. നമ്മളൊരു പിന്നെ എന്താ പറയുക, നമ്മളൊരു ട്യൂഷൻ മാഷാണ് ആള്. എല്ലാ സാധനങ്ങളും പഠിപ്പിച്ചു തരും. ആളുടെ മുമ്പിൽ നിൽക്കാന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും വയ്യ. ഗംഭീരമാണ്. മമ്മൂട്ടി സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്, കമ്പനിയോടും നന്ദിയുണ്ട്. നിങ്ങൾ കളങ്കാവൻ കാണണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഓക്കെ, അടിപൊളി.